മറ്റു നബിമാരുടെയോ സ്വഹാബികളുടെയോ ജന്മദിനം എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല? എന്തുകൊണ്ട് ആഘോഷിക്കുന്ന പറഞ്ഞാൽ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നതായി ഒരു നടപടി, ഒരു സൽക്കർമ്മ ശറഅ് പഠിപ്പിക്കുന്നില്ല. ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഓരോ നാടിന്റെ ആചാരമാണ്. ജന്മദിനം ആഘോഷിക്കൽ ഇപ്പത്തെ കാലത്താണെങ്കിൽ ഓരോരുത്തരും അവനവന്റെ കുട്ടികളുടെ തന്നെ ജന്മദിനം, ബർത്ത്ഡേ എന്ന് പറഞ്ഞ നിലക്ക് ആഘോഷിച്ചു വരുന്നു. ഈ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നത് ശറഇന്റെ കാഴ്ചപ്പാടിൽ ഒരു പുണ്യമുള്ള കാര്യമല്ല. ഒന്നേ. രണ്ടാമത്തെ കാരണം, മറ്റ് നബിമാരുടെ ഒന്നും ജന്മദിനം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. ഇന്ന ദിവസമാണ്, ഇപ്പോഴാണ് എന്ന് കിട്ടിയിട്ടില്ല. മൂന്ന്, ആ നബിദിനങ്ങളൊന്നും ആഘോഷിക്കുന്നത് കൊണ്ട് ശറഇയായി പ്രത്യേകമായ ഒരു നേട്ടം നമ്മൾ കാണുന്നില്ല. കാരണം അവരുടെ ശരീഅത്തോ അവരുടെ ദീനോ അല്ലല്ലോ നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അവരുടെയൊക്കെ ദീനിന്റെ സാരാംശങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ദീനുമായി വന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്നതിലും തങ്ങളിലൂടെ ലഭിച്ച ശരീഅത്തിനെ പ്രചരിപ്പിക്കുന്നതിലും അവരെയൊക്കെ പ്രചരിപ്പിക്കലുണ്ട്, അവരെയൊക്കെ വിശ്വസിപ്പിക്കലുണ്ട്, അവരെയൊക്കെ ഓർമ്മപ്പെടുത്തലുണ്ട്. അതുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാർ, അതിനെ ആകെ 25 അംബിയാ മുർസലുകളുടെ പേരെ നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ട് 1,24,000 ഈ 25 പേരുടെ ജന്മദിനം എന്നത് നമുക്കൊണ്ട് കിട്ടിയിട്ടുമില്ല. പ്രത്യേകം അത് ആഘോഷിക്കുന്നതിനായി വല്ല നേട്ടവും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരുടേത് ആഘോഷിക്കാത്തത്. ജന്മദിനം ആഘോഷിക്കുക എന്നതായി ഒരു പരിപാടി ശറഇൽ അത്ര പുണ്യമുള്ള കാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. തെറ്റൊന്നുമില്ല, പിണക്കൊന്നുമില്ല എന്ന് വെച്ചാൽ സതുദ്ദേശപരമായ രീതിയിലാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും അതൊരു ശറഇൽ പുണ്യമായ കാര്യമല്ല എന്നതുകൊണ്ടാണ് അത്തരം ഒരു ആഘോഷം നടന്നു വരാത്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് ജന്മദിനം എന്ന പേരിൽ ആഘോഷിക്കുകയല്ല, ജന്മമാസം എന്ന പേരിലാണ് റബീഉൽ അവ്വൽ മുഴുവനായി ആഘോഷിക്കുന്നത്. ചിലപ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ നബിദിനം എന്ന് പറയുന്നു മാത്രം. നബിദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നബിദിനം ഉള്ള മാസം ആഘോഷിക്കുക എന്നുള്ള നിലക്കാണ് നമ്മൾ അതിനെ പൂർണ്ണമായി പരിചയപ്പെടുന്നത്. നബിദിനം ആഘോഷിക്കുക, അതായത് നബിദിനത്തെ പ്രതി നമ്മൾ ആ മാസത്തെ ആഘോഷിക്കുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ മാസത്തിൽ മൊത്തമായി ആഘോഷിക്കുമ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും അതിൽ ഭാഗഭാക്കാകാൻ കഴിയുക, എല്ലായിടങ്ങളിലും പരിപാടികൾ നടത്താനും കഴിയുക. എന്നിട്ട് തന്നെ തികയുന്നില്ല. ഓരോ ക്യാമ്പയിനുകൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഈ ഒരു മാസം 10-30 ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ തികയായികയാണുള്ളത്. അതുകൊണ്ട് മാസം ആഘോഷിക്കുന്നത് ആ നിലത്തിലാണ്. ഒരു മാസം മുഴുക്ക ജന്മദിനം ആഘോഷിക്കുക എന്നത് ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു പ്രയോഗം മാത്രം എന്ന് മനസ്സിലാക്കിയാൽ മതി. സാധാരണമായ നമ്മുടെ പ്രയോഗങ്ങളിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ സൂക്ഷ്മാർത്ഥത്തിൽ പറയുന്നവരൊക്കെ ജന്മമാസം ആഘോഷിക്കുക, തിരുജന്മ മാസം ആഘോഷിക്കുക, നബിയുടെ മാസം ആഘോഷിക്കുക, തിരുപ്പിറവി നടന്ന മാസം ആഘോഷിക്കുക, റബീഉൽ അവ്വൽ ആഘോഷിക്കുക എന്നാണ് പറയാറുള്ളത്. ഇതൊക്കെ മാസാഘോഷമാണ്, ദിനാഘോഷമല്ല. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുസ്വര സമൂഹം നിലനിൽക്കുമ്പോൾ, വിശേഷിച്ചും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തി, അതുപോലെ ഒരു ഗാന്ധി ജയന്തി ഒക്കെ രാഷ്ട്രീയക്കാരെന്ന് പറയല്ലോ. ഇവിടെ ദൈവാവതാരങ്ങൾ തന്നെ ജനിച്ചിട്ടുണ്ടല്ലോ, ദൈവാവതാരങ്ങൾ ജനിച്ചവരുടേത് തന്നെ പറയുന്നുണ്ടല്ലോ. ആ ജാതി ദിനങ്ങളൊക്കെ ആഘോഷിക്കുന്നവർ നാട്ടിൽ ശരിക്കും പിറന്ന ഇന്നാളാണ് ബാപ്പ, ഇന്നാളാണ് ഉമ്മ, ഇന്നതാണ് കുടുംബം, ഇന്നിടത്താണ് പ്രസവിക്കപ്പെട്ടത്, ഇന്നിടത്തൂടൊക്കെയാണ് പിച്ച വെച്ച് വളർന്നത്, ഇന്നിന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി നിന്നു എന്ന് ചരിത്രപരമായി തൊട്ട് കാണിച്ചു കൊടുക്കാവുന്ന മഹത്തായ തിരുപ്പിറവിയെയും ആ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളെയും ഒക്കെ നമ്മൾ പ്രത്യേകം പറയാൻ. അതുപോലെ തന്നെ ക്രിസ്തുമസ്, ആ ക്രിസ്തുമസിനെ പ്രതി യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ അത്ഭുതങ്ങൾ കാണിച്ച ആള് ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചണ്ഡമായ പ്രചാരണങ്ങളും മതപ്രവർത്തനങ്ങളും മത മിഷണറി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മരാത്രിയിലും ജന്മദിനത്തിലും ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊരു മനുഷ്യനാണ്, തികഞ്ഞ മനുഷ്യനാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ്, ഞങ്ങൾ ഇത്തരം അത്ഭുതങ്ങൾ കൊണ്ടൊന്നും നബിയാണെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇലാഹാണെന്നിടത്തേക്ക് എത്തുകയില്ല എന്ന തൗഹീദിന്റെ സത്യമടക്കം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരവസരം എന്ന നിലക്ക് ഈ രാജ്യത്ത് എങ്ങനെയും റബീഉൽ അവ്വൽ ആഘോഷം, നബിദിനാഘോഷം
വളരെ ന്യായവും വളരെ ഉപകാരപ്രദവും ഫലപ്രദവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.